Welcome back to my channel, Smart School Student. So, second term evaluation 2024 English നമുക്ക് ആൻസർ കീ നോക്കാം. ഫസ്റ്റ് ആക്ടിവിറ്റി കമ്പൽസറി ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ദെൻ ബാക്കി ആക്ടിവിറ്റീസിൽ ഇനി 4 ആക്ടിവിറ്റീസ് ചെയ്താൽ മതി. സോ ദ ഫസ്റ്റ് ആക്ടിവിറ്റി ഈസ് റീഡിംഗ് കോംപ്രഹെൻഷൻ. വായിച്ചിട്ട് അതിന് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യണം. ദ ഡയറി എൻട്രി ഓഫ് എ ന്യൂസ് റിപ്പോർട്ടർ ഇസ് ഗിവൻ ബിലോ. റീഡ് ഇറ്റ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. ഒരു റിപ്പോർട്ടറുടെ ഡയറി എൻട്രിയാണ് കാണിച്ചിരിക്കുന്നത്. സോ അതിന് ബേസ് ചെയ്തിട്ടുള്ളതാണ് ക്വസ്റ്റ്യൻസ്. July 31, 2024 Wednesday. Today I reached Churamala in Wayanad district at 9 a.m. I was really shocked to see the place on the horrible landslide. I had seen many other floods and storms before, but this disaster was the worst. Many houses were buried in the mud. The whole area was completely washed away. നമ്മൾ ചൂരമലയിലാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വയനാട്ടിലെ ദുരന്തമുണ്ടായത് ഉരുൾപൊട്ടലിൽ. അപ്പോൾ അതാണ് റിപ്പോർട്ടർ ഇവിടെ എഴുതിയിരിക്കുന്നത് ഡയറിയിൽ. വയനാട് ഡിസ്ട്രിക്റ്റിൽ പോയി 9 മണിക്ക് വളരെ ഷോക്കായിപ്പോയി കണ്ടപ്പോൾ. പലതരത്തിലുള്ള വെള്ളപ്പൊക്കങ്ങൾ, ഫ്ലഡ്സും സ്റ്റോംസൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇത് ഭയങ്കര ബിഗായിട്ട് തോന്നി. വേസ്റ്റ് ആയിരുന്നു അത്. ഹൗസസുകൾ പലതും മണ്ണിനടിയിലായിരുന്നു, ചെളിയുടെ അടിയിൽ. The police, the army, the fire force and the volunteers were busy rescuing the affected people. പോലീസും ആർമിയും ഫയർ ഫോഴ്സ് എല്ലാവരും ആൻഡ് വോളണ്ടിയേഴ്സ് എല്ലാവരും ബാധിക്കപ്പെട്ട ആൾക്കാരെ രക്ഷിക്കാനുള്ള തിരക്കിലായിരുന്നു. The army was building a temporary bridge across the river. നമ്മളെല്ലാം ടി വിയിൽ കണ്ടതാണല്ലോ ഒരു ടെമ്പററി ബ്രിഡ്ജ് ഉണ്ടാക്കിയത് റിവറിൽ. The rescue effort was hard and time taking. അത് റെസ്ക്യൂ ഓപ്പറേഷൻ വളരെ ഹാർഡായിരുന്നു. The rescue workers were bringing the people through a shaky narrow bridge. ആ നാരോ ബ്രിഡ്ജിൻ്റെ കൂടെയാണ് റെസ്ക്യൂ വർക്കേഴ്സ് രക്ഷപ്പെട്ട ആളുകളെ കൊണ്ടുവന്നിരുന്നത്. The hard work of volunteers, the police, the fire force and the army was beyond words. ഇത് എത്ര പറഞ്ഞാലും മതിയാവില്ല, അവർ അത്രയും നല്ല പ്രവർത്തനമാവുന്നു. They never took a break. ഒരിക്കലും ഒരു വിശ്രമിക്കാനോ ഒരു ബ്രേക്ക് പോലും അവരെടുത്തില്ല. The first question, what is the incident that the reporter describes in his diary? ഡയറിയിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ബി ലാൻഡ്സ്ലൈഡ് ഇൻ വയനാട്. മണ്ണിടിച്ചിൽ, വയനാട്ടിൽ വന്ന മണ്ണിടിച്ചിലാണ്. Who were helping the people of Churamala after the landslide? അതിൻ്റെ ആൻസർ ഓപ്ഷൻസ് ഞാൻ പറയുന്നില്ല. ഓപ്ഷൻ സി ആണ് ആൻസർ. The police, the army, the fire force and the volunteers. What were the army men building at Churamala? ചൂരമല എന്താണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്? നമുക്കറിയാം. Answer C, a temporary bridge. The rescue workers brought the people across the river. എങ്ങനെയാണ് റെസ്ക്യൂ വർക്കേഴ്സ് ആൾക്കാരെ കൊണ്ടുവന്നിരുന്നത്? ഓപ്ഷൻ ബി ആണ് ആൻസർ, ടു എ നാരോ ആൻഡ് ഷേക്കി ബ്രിഡ്ജ്. Why did the volunteers, army men and the police work without taking break? എന്തുകൊണ്ടാണ് ബ്രേക്ക് എടുക്കാതെ അവർ പണി ചെയ്തത്? എന്തുകൊണ്ടാണ്? ആൻസർ, they were trying to save as many people as possible. അല്ലേ, അത്രയധികം എത്രയും ആൾക്കാരെ പെട്ടെന്ന് രക്ഷിക്കാൻ പറ്റും അത്ര ആൾക്കാരെ രക്ഷിക്കാനുള്ള ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കോൺവെർസേഷൻ ആണ്. ആക്ടിവിറ്റി 2, രഞ്ജി വാസ് സാഡ് ആസ് ഹി ലോസ്റ്റ് ഹിസ് മാജിക് ബാറ്റ്. വളരെ സാഡായിരുന്നു, കാരണം എന്താണ്, അവൻ്റെ മാജിക് ബാറ്റ് അവനെ നഷ്ടപ്പെട്ടു. മിസ്റ്റർ കുമാർ കൺസോൾഡ് രഞ്ജി ആൻഡ് ടോൾഡ് ഹിം ടു പ്ലേ വിത്ത് കോൺഫിഡൻസ് യൂസിങ് എ ന്യൂ ബാറ്റ്. പുതിയ ബാറ്റ് വെച്ചിട്ട് നല്ല കോൺഫിഡൻസോടുകൂടി കളിക്കുകയാണെന്ന് പറഞ്ഞ് മിസ്റ്റർ കുമാർ അവനെ സമാധാനിപ്പിച്ചു. This helped Ranji to score 75 runs in the next match. Ranji went to Mr. Kumar with laddus. ലഡു കൊണ്ട് ചെല്ലാണ്. അപ്പോൾ കോൺവെർസേഷൻ്റെ ഫസ്റ്റ് ലൈൻ കൊടുത്തിട്ടുണ്ട്. The rest we have to fill. The first line is Mr. Kumar. Welcome Ranji, you look very happy. What is the reason? ബാക്കി നമ്മൾ ഫിൽ ചെയ്യണം. അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. രഞ്ജി പറയാണ്, Sir, I scored 75 runs in the last match. അപ്പോൾ മിസ്റ്റർ കുമാർ, That's amazing. I told you confidence matters more than a bat. അപ്പോൾ രഞ്ജി പറഞ്ഞു, Yes sir. Thank you for teaching me that. I bought some laddus to share the joy. അപ്പോൾ മിസ്റ്റർ കുമാർ പറഞ്ഞു, Thank you രഞ്ജി. Keep practicing and aim for bigger scores. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ മീനിങ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ഇതേ രീതിയിലാണ് കോൺവെർസേഷൻ എഴുതേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ആക്ടിവിറ്റി 3, letter. Toto Chan and her friends enjoyed the bath at the hot spring resort. അല്ലേ, ഹോട്ട് സ്പ്രിംഗ് റിസോർട്ടിൽ അവർ പോയി അവർ എൻജോയ് ചെയ്തു. She wrote a letter to her friend about her experience in that trip.
അവളുടെ എക്സ്പീരിയൻസ് അവളുടെ ഫ്രണ്ടിന് എഴുതി. റൈറ്റ് ദ ലെറ്റർ. ആ ലെറ്റർ നമ്മോട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ലെറ്റ്സ് സീ ദ ആൻസർ. ഇപ്പോൾ ഒരു ലെറ്റർ എങ്ങനെ എഴുതണമെന്ന് അതിൻ്റെ ഫോർമാറ്റ് നിങ്ങളുടെ ടീച്ചർ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടാവും. സോ അതനുസരിച്ച് നമുക്ക് ലെറ്റർ എഴുതാം. ഇപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് ഇതൊരു സാമ്പിൾ ലെറ്ററാണ്. നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ പേര് എഴുതണം. ഡിയർ ലാനിയ, ഐ ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ. ഐ വാണ്ടഡ് ടു ടെൽ യു അബൌട്ട് മൈ റീസെൻറ്റ് ട്രിപ്പ് ടു ദ ഹോട്ട് സ്പ്രിങ്സ് റിസോർട്ട്. ഇതന്നെയായിരുന്നു ക്വസ്റ്റ്യനിൽ എന്നെ കൺവേർട്ട് ചെയ്ത് ഇവിടെ എഴുതിയിരിക്കുകയാണ് ചെയ്തത്. ഇറ്റ് വാസ് എൻ അൺഫോർഗേറ്റബിൾ എക്സ്പീരിയൻസ്. ദ ഹോട്ട് സ്പ്രിംഗ് വാസ് യുണീക്ക്, blending with the sea, and we had so much fun swimming. At night, we shared ghost stories and explored the nearby forest. I even met a man building a wooden boat all by himself. ഒരാളെ കണ്ടു. അത് സ്വന്തമായിട്ട് ഒരു വുഡൻ ബോട്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന ഒരാളെയും കണ്ടു. ഇനി ലാസ്റ്റായിട്ട് നമുക്ക് തന്നെ എഴുതാം. ഐ വിഷ് യു ആർ ദെയർ ടു എൻജോയ് ദിസ് ട്രിപ്പ് വിത്ത് മീ. നീയും എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവാണ്. ലെറ്റ്സ് പ്ലാൻ സംതിങ് സിമിലർ ടുഗദർ സൂൺ. ഇതുപോലെ നമുക്ക് ഒരുമിച്ച് വേറൊരു യാത്ര നമുക്ക് പ്ലാൻ ചെയ്യാം. ടേക്ക് കെയർ. ടോട്ടോ ചാൻ. അപ്പോൾ അത് ആൻസർ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വൺ ഈസ് ആക്ടിവിറ്റി ഫോർ പ്രൊഫൈൽ റൈറ്റിംഗ് ആണ്. പ്രിപ്പയർ എ പ്രൊഫൈൽ ഓഫ് രത്തൻ ടാറ്റ. ദ ഫോളോയിങ് ഹിൻസ് വിൽ ഹെൽപ്പ് യു. നമുക്കറിയാം രത്തൻ ടാറ്റ കുറച്ച് നാളായിട്ടുള്ളൂ മരിച്ചിട്ട്. ദ ഗ്രേറ്റ് ഇൻഡസ്ട്രിയലിസ്റ്റ് ആയിരുന്നു. നമുക്കറിയാം ടാറ്റ സ്റ്റീൽസ്, നാനോ കാർ, ഇതൊക്കെ ആളുടെ സംഭാവനയാണ്. സോ ഇതിന് ബേസ് ചെയ്തിട്ടൊരു പ്രൊഫൈൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രൊഫൈലിൽ തന്നിരിക്കുന്ന ഹിൻസ് നോക്കാം. ഫുൾ നെയിം രത്തൻ നേവൽ ടാറ്റ. ഡേറ്റ് ഓഫ് ബർത്ത് December 28, 1937. പ്ലേസ് ഓഫ് ബർത്ത് മുംബൈ, മഹാരാഷ്ട്ര, ഇന്ത്യ. എഡ്യൂക്കേഷൻ ക്യാമ്പിയൻ സ്കൂൾ, മുംബൈ. കത്തീഡ്രൽ ആൻഡ് ജോൺ കാനൺ സ്കൂൾ, മുംബൈ. Cornell University College of Architecture, Advanced Management Education at Harvard Business School. Began education. Career, joined Tata Group in 1961, served as the chairman of Tata Group from 1991 to 2012, conceptualized Nano Car, developed Tata Group into a global industrial company. Awards കിട്ടിയത് പത്മഭൂഷൺ കിട്ടി 2000, പത്മവിഭൂഷൺ 2008, ഡെത്ത് 9/10/2024. അപ്പോൾ ഈ പ്രൊഫൈൽ നോക്കിയിട്ട് എന്ത് ചെയ്യണം? ഇതെല്ലാം ഈ ഓർഡറിൽ തന്നെ വി ഹാവ് ടു കൺവേർട്ട് ഇറ്റ് ഇൻ ടു സെൻറ്റൻസസ്. സോ ലെറ്റ്സ് സീ ദ ആൻസർ. Naval Tata was born on December 28. He studied at the Campion School, Mumbai, Cathedral and John Canner School, Mumbai. He graduated from Cornell University College of Architecture with a bachelor's degree. First one is a bachelor degree in architecture and post-graduation from Harvard Business School, Advanced Management Program in 1975. He joined the Tata Group in 1961. He served as the chairman of Tata Group from 1991 to 2012. He conceptualized a nano car and expanded Tata Group globally. He received Padma Bhushan in 2000, Padma Vibhushan in 2008. He died on 9th October 2024 at the age of 86 due to age-related issues. 86 ആണ് കിട്ടിയത്. ജനിച്ച ഡേറ്റും മരിച്ച ഡേറ്റും തമ്മിൽ മൈനസ് ചെയ്തിട്ടാണ് ഏജ് എഴുതിയിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആക്ടിവിറ്റി 5 തോട്ട്സ്. രഞ്ജി ലോസ്റ്റ് ഹിസ് മാജിക് ബാറ്റ് ഓൺ ഹിസ് വേ ടു ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിൽ പോണ വഴി മാജിക് ബാറ്റ് പോയി. He became very sad. He began to think about his magic bat and the runs he scored with the bat. ആ ബാറ്റ് വെച്ച് സ്കോർ ചെയ്ത റണ്ണിനെ പറ്റിയും ആലോചിച്ചു. റൈറ്റ് ദ തോട്ട്സ് ഓഫ് രഞ്ജി. രഞ്ജി എന്തായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക, അതാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. സോ ലെറ്റ്സ് സീ ദ ആൻസർ. ഓ നോ, ഐ ലോസ്റ്റ് മൈ മാജിക് ബാറ്റ്. ഹൗ ക്യാൻ ഐ പ്ലേ ദ നെക്സ്റ്റ് മാച്ച് വിത്തൗട്ട് ഇറ്റ്? ഓ, എൻ്റെ മാജിക് ബാറ്റ് പോയല്ലോ, ഇനി എങ്ങനെ ഞാൻ അടുത്ത കളി ബാറ്റില്ലാണ്ട് കളിക്കും? മിസ്റ്റർ കുമാർ സെഡ് കോൺഫിഡൻസ് മാറ്റേഴ്സ് മോർ ദാൻ എ ബാറ്റ്. മിസ്റ്റർ കുമാർ, എൻ്റെ കോച്ച് പറഞ്ഞത് കോൺഫിഡൻസ് ആണ് കൂടുതൽ വേണ്ടത് ബാറ്റിനേക്കാളും. ക്യാൻ ഐ സ്റ്റിൽ സ്കോർ റൺസ്? ആ മാജിക് ബാറ്റ് ഇല്ലാതെയും എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റുമോ? ഐ വിൽ പ്രാക്ടീസ് ഹാർഡർ ആൻഡ് ട്രസ്റ്റ് മൈ എബിലിറ്റീസ്. ഞാൻ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യും, എന്നിട്ട് എൻ്റെ കഴിവിൽ ഞാൻ വിശ്വാസം അർപ്പിക്കും. ഐ ക്യാൻ ഡു ദിസ് എന്ന് പറഞ്ഞിട്ടാണ് ആ തോട്ട് അവസാനിപ്പിക്കുന്നത്. ഇതുപോലെ സിമിലർ ആയിട്ടുള്ള തോട്ട്സ് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ആക്ടിവിറ്റി 6 ക്യാരക്ടർ സ്കെച്ച്. Toto Chan was a very special child. Some instances from her story are given below. Develop a character sketch of
ടോട്ടോ ചാൻ ഫ്രം ദീസ് ഹിൻസ്. ഈ ഹിൻസിൽ നിന്ന് ടോട്ടോ ചാൻ്റെ ഒരു ക്യാരക്ടറിൻ്റെ സ്കെച്ച് എങ്ങനെയാണ് ആളുടെ ക്യാരക്ടർ എന്ന് കണ്ടുപിടിക്കണം. ടോട്ടോ ചാൻ, a 7-year-old girl, joined Tomo school. At Tomo school, she was attentive and did her lessons well. നന്നായിട്ട് പഠിച്ചു. Teachers from all school could not believe her changes. പഴയ സ്കൂളിലെ ടീച്ചേഴ്സിന് അവളുടെ ചേഞ്ചസ് വിശ്വസിക്കാൻ പറ്റിയില്ല, കാരണം നന്നായിട്ട് പഠിച്ചു. She was amazingly well behaved in the train. ട്രെയിനിൽ നന്നായിട്ട് ബിഹേവ് ചെയ്തു. She never bullied others, never took to unruly behavior. ഒരിക്കലും മറ്റുള്ളവരെ കളിയാക്കുകയൊന്നും ചെയ്തില്ല പിന്നീട്. നെവർ ടുക്ക് ടു അൺറൂലി, ചീത്ത ഒരു ബിഹേവിയറും പിന്നെ അവൾക്ക് ഉണ്ടായിട്ടില്ല. സോ ലെറ്റ്സ് സീ ദ ആൻസർ. ടോട്ടോ ചാൻ വാസ് എ ക്യൂരിയസ് ആൻഡ് ലൈവ്ലി ചൈൽഡ് ഹു ട്രാൻസ്ഫോംഡ് ഇൻ ടു ആൻ attentive and disciplined student after joining Tomo school. അപ്പോൾ ടോട്ടോ ചാൻ ഒരു ക്യൂരിയസും ലൈവ്ലി ചൈൽഡും ആയിരുന്നു. പിന്നെ ആ സ്കൂളിലെത്തിയ പിന്നെയാണ് നല്ല അറ്റൻറ്റീവും ഡിസിപ്ലിനുമായിട്ട് മാറിയത്, ഡിസിപ്ലിൻ സ്റ്റുഡൻ്റായിട്ട് മാറിയത്. ഷീ വാല്യൂഡ് ഹെർ എക്സ്പീരിയൻസസ് ആൻഡ് എക്സ്പീരിയൻസുകളൊക്കെ അവൾക്ക് പഴയ എക്സ്പീരിയൻസിൽ നിന്ന് അവൾ പഠിച്ചു. ആൻഡ് ബിക്കെയിം വെൽ ബിഹേവ്ഡ്, ലേണിംഗ് ടു റെസ്പെക്റ്റ് അതേഴ്സ് ആൻഡ് ഹെർ സറൗണ്ടിങ്സ്. ഹെർ എക്സൈറ്റ്മെൻറ്റ് ഡ്യൂറിങ് ദ ഹോട്ട് സ്പ്രിംഗ് ട്രിപ്പ് ഷോസ് ഹെർ അഡ്വഞ്ചറസ് ആൻഡ് ജോയ്ഫുൾ നേച്ചർ. അവളുടെ ഹോട്ട് സ്പ്രിങ്ങിലേക്ക് പോയ ട്രിപ്പ് പോയിട്ടുള്ള എക്സൈറ്റ്മെൻറ്റ് അവളുടെ അഡ്വഞ്ചറസും ജോയ്ഫുൾ നേച്ചറിനെ കാണിക്കുന്നു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എഡിറ്റിംഗ് ആണ്. അപ്പോൾ ചില മിസ്റ്റേക്സ് ഉണ്ട്, അത് കറക്റ്റാക്കി നമ്മൾ എഴുതാം. അമയസ് മൊബൈൽ ഫോൺ ഇസ് നോട്ട് വർക്കിംഗ്. ഷീ സെൻറ്റ് ആൻ ഇമെയിൽ ടു ദ മൊബൈൽ ഫോൺ കമ്പനി. ദർ ആർ സം എറേഴ്സ് ഇൻ ഇറ്റ്. ഇമെയിൽ അയച്ചാൽ കുറച്ച് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്, അത് കറക്റ്റ് ചെയ്യാനാണ് ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നത്. ടു abc4319@gmail.com. Subject complaint related to mobile phone. Sir, I buy a mobile phone on your company last month, but it working stopped. Please look into the problem. The copies of necessary documents are attached. Regards, Ameya. ഇപ്പോൾ നമുക്കിത് കറക്റ്റായിട്ട് എഴുതി നോക്കാം. കറക്റ്റഡ് മെയിൽ, ഇവിടെ ഒന്നും മിസ്റ്റേക്സ് ഇല്ല. ഡിയർ സർ or madam, I bought a mobile phone from your company last month. I bought, by the past tense, bought. From your company ആണ് വേണ്ടത്. But it stopped working. അത് വർക്കിംഗ് സ്റ്റോപ്പായി പോയി, stopped. Please look into the problem. Necessary documents are attached. അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. Regards, അമേയ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ആൻസേഴ്സ് എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. Thank you children for watching.